നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ വല്യക്കനെ പോലെ എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. നിന്റെ കളരിയും കുസ്തിയും വാൾപ്പയറ്റും ഒക്കെ എന്റെ അടുത്തൊന്ന് എടുത്തു നോക്ക്. നീ ഇങ്ങോട്ട് വാടി കൊച്ചേ, നമുക്കിതൊക്കെ എടുത്ത് ടിന്നിലിട്ട് വെക്കാം. മോളെന്തിനാ വല്ലവരും വല്ലതും പറയുന്നത് കേട്ട് മനസ്സ് വിഷമിപ്പിക്കുന്നേ? ഇതുപോലെ പല വേഷങ്ങളും വേഷം കെട്ടലുകളും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും. നമ്മൾ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞേക്കണം. മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കാൻ നിൽക്കരുത്. ആ മോള് പോയി അച്ഛന് കടുപ്പത്തിലൊരു ചായ എടുക്കും. ഇങ്ങനെയുള്ള അശകടുകളോട് സംസാരിച്ചാൽ പിന്നെ കടുപ്പത്തിലൊരു ചായ കുടിക്കണം. നമ്മുടെ ഒരു മൂടൊന്ന് ശരിയായി കിട്ടാൻ ചെല്ല്. പാർവതി, ഇതുവരെ നടന്ന കളികൾ പോലെയല്ല ഇനി നടക്കാൻ പോകുന്നത്. ഡബിൾ എഞ്ചിൻ അറ്റാക്കാ. അതായത് ഉത്തര ധ്രുവത്തിൽ നിന്നും ദക്ഷിണ ധ്രുവത്തിൽ നിന്നും ആക്രമണം നേരിടേണ്ടി വരും. പാവം ദേവിക. ശരത്തേട്ടൻ എന്തിനാ വിളിച്ച? വിലാസിനി മുത്തശ്ശി വീണപ്പോ നമ്മുടെ ചെറുകൊടിഞ്ഞെന്ന് ഞാൻ കരുതിയത്. പക്ഷെ ഭാമനമ്മച്ച് വന്നോടെ നമ്മുടെ കോറം തികഞ്ഞു. അത് പിന്നെ നല്ലതല്ലേ? നല്ലതാ. അതുപോലെ ദേവികയുടെ പിന്നിൽ അണിനിരക്കുന്നവരെണ്ണം കൂടിയാ എന്ന് വെച്ചാ കളിയിൽ ഗ്രൗണ്ട് സപ്പോർട്ടിന്റെ ആനുകൂല്യം അവക്കും കിട്ടും. അത് പാടില്ല. എന്ന് വെച്ചാ ഗാലറി കംപ്ലീറ്റ് നമ്മുടെ കൂടെ നിൽക്കണം. നിരഞ്ജൻ ഡോക്ടർ അകത്തായെന്നേ ഉള്ളൂ. പക്ഷേ സിദ്ധാർത്ഥൻ ദേവികയുടെ പുതിയ രക്ഷകനെ അവതരിച്ചു കഴിഞ്ഞു. അതിനെന്താ, ഈ ജന്മം അവർക്ക് ആ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. അത് നമ്മുടെ തോന്നല്, നമ്മുടെ ആഗ്രഹം. പക്ഷേ സൂക്ഷിക്കണം. എന്ത് സൂക്ഷിക്കാൻ? ഇവിടെ നിന്റെ അച്ഛനും അമ്മയും ദേവികയുടെ പക്ഷത്താണല്ലോ. അതുപോലെ സിദ്ധാർത്ഥന്റെ വീട്ടിൽ നിന്നും ഒരാളെങ്കിലും ദേവിക്ക് അനുകൂലമായ കൈ ഉയർത്തിയ ഇപ്പൊ തന്നെ അമൃതരംഗൻ എന്ന് പറയുന്ന കണ്ണാടി കഴുത കുഞ്ഞളിയനും സപ്പോർട്ടാന്നല്ലേ നീ പറഞ്ഞത്? അതെ, സിന്ധയ്ക്ക് എന്നോട് പറഞ്ഞത് അങ്ങേർക്ക് ദേവികയോട് വലിയ വാത്സല്യമാണെന്ന്. അതാ ഞാൻ പറഞ്ഞത്. നാളെ ആ വാത്സല്യം സിദ്ധാർത്ഥന്റെ അച്ഛന് ദേവിയോട് തോന്നിയ? ദേവിക്ക് ഭ്രാന്തിന്റെ ലക്ഷണം ഉണ്ടെന്ന് നീ സിന്ധയ്ക്കയോട് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് ചലനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അവരുടെ വീട്ടിൽ ഇക്കാര്യത്തിൽ എന്ത് സംസാരം നടന്നു എന്നൊന്നും സിന്ധയ്ക്ക് എന്നോട് പറഞ്ഞില്ല. ഒരു കുന്തവും നടന്നു കാണത്തില്ല. എന്ന് വെച്ചാ ദേവിക്ക് സിദ്ധാർത്ഥന്റെ വീട്ടിലുള്ള സ്വീകാര്യത കൂടി വരുന്നു എന്നർത്ഥം. അങ്ങനെ വന്ന നമ്മളെയൊക്കെ തോപ്പിച്ചുകൊണ്ട് ദേവിക സിദ്ധാർത്ഥന്റെ കൂടെ അങ്ങ് പറന്നു. സ്വത്തും പണവും കൊട്ടാരം പോലത്തെ വീടും ദേവിയക്ക് സ്വന്തം. എന്ന് വെച്ചാ നിന്റെ ഏട്ടന്റെ ഹൃദയം വിറ്റ് ദേവിക മനോഹരമായൊരു ജീവിതം സ്വന്തമാക്കും. കച്ചവടത്തിന്റെ കമ്മീഷൻ ഡോക്ടർ നിരഞ്ജനും കിട്ടും. നഷ്ടം ആർക്കാ? നിന്റെ പാവ അച്ഛനും അമ്മയ്ക്കും. അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ ദേവികയെ ഞാൻ വിടില്ല. വിടരുത്. അതിന് നീ ശ്രദ്ധിക്കേണ്ടത് രണ്ട് വീട്ടുകാരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാൻ നോക്കാന്നുള്ള. അത് മാത്രമല്ല, ദേവിയോടുള്ള ശത്രുത കൂടുതൽ വേണം. അവരെന്നെയും പാവം നിത്യക്കുട്ടിയും ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്കങ്ങനെ അടങ്ങിയിരിക്കാനാവോ? അടങ്ങിയിരിക്കില്ല. ദയവായിട്ട് ആ ഭാമിനി അമ്മച്ചി ഇങ്ങോട്ട് അയച്ചത്. എന്ത് വേണോന്ന് ഞാൻ ഭാമിനി അമ്മച്ചോടൊന്ന് ആലോചിക്കട്ടെ. മാമ പറയ്. ഞാനൊരാളെ കാത്തിരിക്കാം മാമ, ഒരു ടെസ്റ്റ് ഡോസ് നൽകാൻ. മാമ ഫോൺ വെച്ചോ, ഞാൻ കാത്തിരുന്നാൾ വരുന്നുണ്ട്. ബൈ. ഹായ് വക്കീലേ, ഹൗ ആർ യു? ഫൈൻ. ഇത് ചോദിക്കാനാണോ വിശാലിനെ വഴിയിൽ തടഞ്ഞു നിർത്തിയത്? ഓ, അപ്പൊ എന്നെ മറന്നിട്ടില്ല അല്ലേ?
അങ്ങനെ മറക്കാൻ പറ്റുന്ന മുഖമല്ലല്ലോ വിശാലിൻ്റെത്. യാ ഇതുപോലെ നടുറോടി വെച്ചായിരുന്നില്ലേ നമ്മുടെ ആദ്യ മീറ്റിംഗ്? യാ ഐ റിമെമ്പർ. ദേവിയേക്ക് രക്ഷകനായി സുധിയുടെ ആത്മാവ് അയച്ചതുപോലെ എത്തിയ സിദ്ധാർത്ഥൻ. അല്ല, എന്താ ഇപ്പൊ കാര്യം? അത് പറ. ആ, ഒരു കേസ് വാദിച്ച വക്കീലിന് എന്ത് കിട്ടും? ഐ മീൻ റെമ്യൂണറേഷൻ. കക്ഷികളോട് അങ്ങനെ കണക്ക് പറഞ്ഞ് കാശ് വാങ്ങാറില്ല. ശരി, ഒരു കേസിൽ നിന്ന് പിന്മാറണമെങ്കിൽ വക്കീലിന് എന്ത് വേണം? മനസ്സിലായില്ല. മനസ്സിലായി എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം. കാരണം എനിക്ക് കളയാൻ അധികം സമയമില്ല. ഡോക്ടർ നിരഞ്ജൻ കേസ് അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ വാദിക്കരുത്. വാദിച്ച ഉത്തരം സിമ്പിൾ. ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്ന അഡ്വക്കേറ്റ് സിദ്ധാർത്ഥന്റെ കേസ് വാദിക്കാൻ വേറെ വക്കീല് വരേണ്ടി വരും. വരട്ടാണോ നീ? നോ, നെവർ. സിവിയർ അറ്റാക്കിന് മുമ്പ് ശരീരം തരുന്ന ഒരു മൈൽഡ് സിംറ്റം, അങ്ങനെ കണ്ടാ മതി. ശരി, പക്ഷേ നിരഞ്ജൻ സാറിന്റെ കേസ് ഞാൻ വാദിക്കും. വാദിക്കാൻ മാത്രമല്ല, വിജയിപ്പിക്കുകയും ചെയ്യും. ബാഡ് ലക്ക്. ഒറ്റപുത്രനല്ലേ സിദ്ധു? നാളെ അച്ഛന്റെ ചിതയ്ക്ക് ചൂട്ടുവെക്കാനും ഉരുള ഉരുട്ടി കൈ നനച്ച് കാക്കി വിളിക്കാനും ഭൂമിയിൽ തുടരുന്നതിനല്ലേ നല്ലത്? നിന്റെ ഗോവൻ ഗുണ്ടായസും ഭീഷണിയൊക്കെ കൈ വെച്ചാ മതി. ഇതേ ആള് വേറെയാ. അടിതടയുടെ കൊല്ലപരീക്ഷയില് എന്നും 1 റാങ്ക് വാങ്ങിച്ചിട്ടുള്ളവനാ സിദ്ധാർത്ഥൻ. നിന്റെ മാഫിയ സിൻഡിക്കേറ്റിനെ നേരിടാനുള്ള എല്ലാ പവറും എനിക്കുണ്ട്. ആൾബലം, പണം, കരളുറപ്പ് എല്ലാം. കൂൾ ബ്രോ, കൂൾ. ഒരു ഗോവൻ മാഫിയ സിൻഡിക്കേറ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കളയില്ലേ സിദ്ധാർത്ഥ. വിശാലിനെ നേരിടാൻ നിനക്ക് എല്ലുറപ്പ് പോരാ. കാരണം നീ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചവനാണെങ്കിൽ ഞാൻ ഇടുപ്പിൽ പിച്ചാത്തിയായിട്ട് ജനിച്ചവനാ. ഇതെന്റെ യുദ്ധമാണ്. എനിക്ക് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള യുദ്ധം. ഇവിടെ എന്റെ ശത്രുക്കൾക്ക് സഹായമായിട്ട് ആര് വരുന്നോ അവരാദ്യം വീഴും. ഞാൻ വീഴ്ത്തും. യുദ്ധം ജയിക്കാൻ ആദ്യം വേണ്ടത് ശത്രുവിന്റെ ജലസംഭരണികളും ആയുധപ്പുരകളും തകർക്കുക എന്നുള്ളതാ. പിന്നെ പവർ സപ്ലൈ ഇല്ലാതാക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ സിദ്ധാർത്ഥന്. അതുകൊണ്ട് ആയുസിന്റെ മധ്യത്തിൽ എടുത്തു കളയരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക.